അപ്പോൾ എല്ലാത്തിനും പല പല സൈഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ ഒരു പേഴ്സ്പെക്റ്റീവ് എടുത്തിട്ട് ചീറ്റിംഗ് അങ്ങനെയാണ് മറ്റതിങ്ങനെയാണ് എന്നുള്ളതൊന്നും നമുക്ക് പൊതുവേ നമ്മളൊരു കൺസൾട്ടേഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാകുമ്പോൾ നമുക്കത് പറയാൻ വയ്യ. നമുക്ക് എല്ലാവരുടെയും ഈ നീഡ്സ് എന്നൊക്കെ പറയുന്നതിൽ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹണിമൂൺ ഫേസില്ലേ, ആ ഹണിമൂൺ ഫേസ് എന്ന് പറയുന്നത് പോലെ എക്സൈറ്റ്മെൻറ്റ് ഇല്ലാതാവുക, ഹാബിച്വലായിട്ട് മാറുക, എല്ലാം ബോറിംഗ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ നമ്മൾ പറയും പാരൻറ്റിങ് ചെയ്തു പോകാമെന്ന് പറയും പാർട്ട്ണർ അതർ പേഴ്സണെ. ഓക്കെ, ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തിനാ ഒരു പാരൻറ്റിൻ്റെ ആവശ്യം വേറെ? എനിക്ക് എൻ്റെ പാരൻസ് ഇല്ലേ അല്ലേ? ആ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എക്സൈറ്റ്മെൻറ്റ്സ് നിലനിർത്താൻ പറ്റുന്നില്ല, ഞാൻ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഇത് അതർ പേഴ്സൺ ഗ്രോ ചെയ്യുന്നില്ല. ഇതൊക്കെ ടേൺ ഓഫ് സിറ്റുവേഷൻസാണ്. കെയർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലുണ്ടോ? അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്തുണ്ടെങ്കിലും, ദാറ്റ്സ് ദ തിങ്. ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് ഐ ഗെറ്റ് ഇറ്റ്, ലൈക്ക് നമ്മളിപ്പം ഒരുപാട് ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയ ശേഷമായിരിക്കും ഒരാൾക്ക് നമുക്ക് ഇതേപോലെ വർക്കാവുന്ന ഒരാളെ കാണുന്നത്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ലൈക്ക് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നമ്മളത്. പക്ഷെ അത് എല്ലാവർക്കും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു സ്കില്ലാണ്. ഓക്കെ, നമ്മൾ സ്വിമ്മിങ് ഒരു സ്കില്ലാന്ന് പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ ഒരു വെരി ബേസിക് ആയിട്ട് ഒരാൾക്ക് ഉണ്ടാവേണ്ട സ്കില്ലാണ്. പക്ഷെ ആലോചിച്ച് നോക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതെ ഗ്രോ ചെയ്യുന്ന കുട്ടികൾ, അച്ഛനും അമ്മയും എല്ലാ ദിവസവും വീട്ടിൽ വഴക്കും അടിയിടിയും ബഹളമാണ്, അല്ലെങ്കിൽ അവർ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകളാണ്, അവർ പൊതുവേ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, അവരവരുടെ വഴിക്ക് നടക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കോഹാബിറ്റിംഗ് സിറ്റുവേഷൻ മാത്രമുള്ള വീട്ടിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഇമോഷനെ പറ്റി ആരും ചോദിച്ചിട്ടില്ല, അവരുടെ അടുത്ത് ആരും ഇത് ഷെയർ ചെയ്യാൻ വന്നിട്ടില്ല, അവരുടെ കൺസേൺസ് എപ്പോഴും അൺമെറ്റായിട്ട് പോകുന്ന ആൾക്ക് ഇത് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പലപ്പോഴും നമ്മൾ സെഷൻസിൽ റോൾ പ്ലേ മെത്തേഡ്സിൽ നമ്മളൊരു പാർട്ട്ണറുടെ രൂപത്തിൽ എങ്ങനെയൊക്കെ കോൺവെർസേഷൻസ് ഉണ്ടാവാം, ഓക്കെ, ഇങ്ങനത്തെ കോൺവെർസേഷൻസ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് എന്തൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി എടുക്കാം, ഇത് ബൈ പ്രാക്ടീസ് മാത്രം ഫോം ചെയ്യുന്ന സ്കില്ലാണ്. മിണ്ടാതിരുന്ന് പ്രശ്നം തീരും, നാളെ പുതിയ ഡേ, പുതിയ ആൾ, പുതിയ കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺഫ്ലിക്റ്റുകൾ അവിടെ നിൽക്കും. പിന്നെ പല ആളുകളും വരുമ്പോൾ എന്താണെന്നറിയില്ല, ഇഷ്ടമല്ല, ഇനിയിപ്പോൾ അത് പറ്റൂല എന്നേ അറിയുള്ളൂ, പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷെ ഓരോന്നോരോന്നായിട്ട് എണ്ണിപ്പെറുക്കി പറയാൻ എനിക്കറിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അതായത് കുറേ കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് ചെറിയ 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 കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയില്ലേ, കുളിച്ചിട്ട് തോർത്തും കാര്യങ്ങളും ഒക്കെ നമ്മൾ ടവലെല്ലാം ബെഡിൽ ഇടുന്ന ആളുകൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ വെരി ബേസിക്, വളരെ സില്ലി സാധനമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇത് ലോങ് ടേമിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യപ്പെടുന്നതിൽ ഞാനാണ് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരുന്നത്, ഞാനാണ് എപ്പോഴും റെസ്പോൺസിബിൾ ആവേണ്ടി വരുന്നത്, ഞാനാണ് എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലാവുണ്ടോ? ആ നേരത്തെ പറഞ്ഞ ഹണിമൂൺ ഫേസ് നിലനിർത്താൻ ഒരാൾ മാത്രം എഫേർട്ട് ഇടുകയാണെങ്കിൽ അത് എക്സോസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ചീറ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊരു ചോയ്സ് ആണ്, അല്ലാന്ന് പറയാനേ പറ്റില്ല. ഒരാൾക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസീസ് ഉണ്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ ടൈം അത് ചെയ്യുന്ന ഒരാളാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണാലിറ്റീനെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. മനസ്സിലാവുണ്ടോ? എനിക്ക് ആ ഒരു ഡിപ്പെൻഡൻസി ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടോ ഞാൻ എന്തുകൊണ്ട് അതിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ഇനിയിപ്പോൾ അത് കംഫർട്ടബിളായിട്ട് പോകുന്ന ആളുകളും ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ ഓപ്പൺ റിലേഷൻഷിപ്പ്? യെസ്, ആക്ച്വലി നമ്മൾ അത് ഓക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. നമുക്കത് ഓക്കെ ആവണമെന്നില്ല, പക്ഷെ അത് ഓക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ അവരുടെ ഡിസിഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക,